അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒമാനിലേക്കൊരു ട്രിപ്പ് പോവാണ്. ഇത് കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ദമാമാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഏരിയ വൈസ്. അതായത് ബഹ്റൈൻ എന്നുള്ള ഒരു മുഴുവൻ രാജ്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും വലിപ്പമുണ്ട് ഈ ഒരു എയർപോർട്ടിന്. അപ്പം ഞങ്ങൾക്ക് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ലോഞ്ചിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഞങ്ങളിവിടെ ഒരു 12:45 ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് 4 മണിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്ത ഫുഡ് എന്ന് പറയുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സാലഡ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ഡീടോക്സിഫയിങ് ഡ്രിങ്ക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ മെയിൻ കോഴ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് റോസ്മേരി ഹെർബ് പൊട്ടറ്റോ ആണ്. അതുപോലെ ഇത് മന്തി റൈസാണ്. നിതിൻ ചേട്ടൻ ആദ്യമേ ഫുഡൊക്കെ എടുത്തു തുടങ്ങി. ഞാൻ ഫുഡിൻ്റെ പേരൊക്കെ ഒന്ന് പഠിച്ചിട്ട് പതുക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ മഷ്റൂം സ്ട്രോഗനോഫ് ആണ്. അതുപോലെ ഇത് ചിക്കൻ സമോസ, പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ക്രോയിസൻ്റ്, അറബിക് ബ്രെഡ്, അതുപോലെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഡേറ്റ്സും കട്ടൻ കാപ്പിയും ഇവിടുത്തെ ഒരു കോമ്പിനേഷനാണ്. അതുപോലെ സാലഡ്സ്, അതുപോലെ സ്വീറ്റ്സ്, കേക്ക്സ്, അതിൻ്റെ വേറെ സെക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഞാനെടുത്ത പ്ലേറ്റ്. അത്യാവശ്യം നല്ല വിഭവസമൃദ്ധമായിട്ടുള്ളൊരു പ്ലേറ്റ് ആയിരുന്നു. ഞാനങ്ങനെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യം മന്തി റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കി. സോ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ മീറ്റ് ബോൾസ് ഇൻ മാരിനാര സോസാണ് ഞാൻ കഴിച്ചത്. അതാണ് ഞാൻ എടുത്തതിൽ ഏറ്റവും സൂപ്പർബ്. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയത് നമ്മുടെ ചിക്കൻ സമോസയാണ്. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെജ് കോൺ പിസ്സ അതാണ് ടേസ്റ്റ് ചെയ്തത്. അതും കുഴപ്പമുണ്ടായിരുന്നില്ല. ആക്ച്വലി എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേറ്റവും സൂപ്പർ ഏതാണ് എന്നൊക്കെ. ഇത് പൊട്ടറ്റോയുടെ ആ വിഭവമാണ്. എനിക്ക് പൊട്ടറ്റോ, ഈ ലെമൺ ഗാർലിക് പൊട്ടറ്റോ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ കഴിച്ചത് ഒരു വെജ് ഓഗ്രാറ്റിനാണ്. അതായത് നമ്മുടെ സ്റ്റൂ ഒക്കെ പോലെ, വെജ് സ്റ്റൂ പോലെയുള്ളൊരു സംഭവമാണ്. പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റമാണ് ഞാൻ കഴിച്ചത്. അതായത് ആ സ്ട്രോഗനോഫ് എന്ന് പറഞ്ഞ സംഭവം, ചിക്കൻ മഷ്റൂം സ്ട്രോഗനോഫ്. സോ മൊത്തത്തിൽ എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഞാൻ സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് എടുത്ത സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു ഇത്. ഇറ്റ് വാസ് ഓക്കെ. പിന്നെ കേക്കുകളിൽ റെഡ് വെൽവെറ്റ് കേക്കും ചോക്ലേറ്റ് കേക്കും ഞാൻ എടുത്തു. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ക്രോയിസൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ കഴിച്ചു നോക്കിയത്. അതായത് ഇതിവിടെ ബേക്കറികളിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ ഒരു ഫ്ലൈറ്റിൽ പോയപ്പോൾ ഇത് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിസ് വൺ ടു വാസ് ഗുഡ്. പിന്നെ ഒരു ബനാന വാൾനട്ട് കേക്ക്, അതൊരു പ്രത്യേക സാധനമായിരുന്നു. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഒരു കേക്ക് ആണ്, ഒരു കപ്പ് കേക്ക്. അതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നിതിൻ ചേട്ടൻ എടുത്തത്. അപ്പോൾ ഇത് കാവയാണ് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കനപ്പാണ്. ഈ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നൊരു ഫീലാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ള സമയം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീയുടെ സൈഡിൽ കൂടിയാണ് എയറോഡ്രോമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ബോട്ട് കണ്ടു. ഇതൊരു കരകൗശല വസ്തുവാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം.
അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കാണേണ്ട സ്ഥലത്തെക്കുറിച്ചിട്ടൊന്നും നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ TV സ്ക്രീനിൽ ഒമാനിൽ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ ഒരു ചിക്കൻ സാൻഡ്വിച്ചും കേക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ കാണുന്നത് ഇങ്ങനെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു സംഭവം. പിന്നെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സത്യത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഹോട്ടലിന് അടുത്തായിട്ടുള്ള സ്ഥലങ്ങൾ കാണാം, ബാക്കിയുള്ളത് ലീവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ മസ്കറ്റിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ ചെറിയ ക്ലാസ്സിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം ഒരു നെയിൽ പോളിഷ് ബ്ലൂ കളറിലുള്ളത് ഇട്ടിട്ട് വന്നു. അപ്പോൾ ആ കളറ് അവിടെ റെയറായിരുന്നു നാട്ടിൽ അന്ന് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും നാട്ടിലും ഇപ്പോൾ കിട്ടും. അപ്പോൾ അന്ന് അവളത് പറഞ്ഞിരുന്നു അച്ഛൻ മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന്. ദാറ്റ് ഈസ് ഹൗ ഐ റിമെമ്പർ മസ്കറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഒമാനി ഡ്രൈവറാണ് പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവിടുത്തെ ആണുങ്ങളുടെ തലക്കെട്ടിലൊരു മാറ്റമുണ്ട് സൗദികളുടെ തലക്കെട്ടിൽ നിന്ന്. അതായത് ഇവരൊരു തൊപ്പിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോട്ടലിന് തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതാണ്ടൊരു 7 മണി ഒക്കെ ആയപ്പോഴാണ് ഹോട്ടലിൻ്റെ അവിടെ എത്തിയത്. അപ്പം ഞങ്ങൾ റാഡിസൺ പനോരമ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് താമസിച്ചത്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഡിന്നറൊക്കെ കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നു എന്നുള്ളതുകൊണ്ട് അവിടുത്തെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട കുറച്ച് ഫോട്ടോസാണിത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇന്ത്യൻ കൾച്ചറായിട്ട് എന്തൊക്കെയോ ഒരു സാമ്യം തോന്നി ഈ ഫോട്ടോസിന്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാൽക്കണി ആട്ടോ, കാണുന്നുണ്ടോ? ആക്ച്വലി നല്ലൊരു വാംത്ത് ഉണ്ട് ഇവിടെ. എനിക്ക് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ സ്ഥലങ്ങളേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് ഈ ചൂട് തന്നെയാട്ടോ. അതായത് ഭയങ്കര ചൂടൊന്നുമില്ല, വെൻ കമ്പയർഡ് ടു സൗദി അറേബ്യ ഇവിടെ ഇപ്പോൾ ചൂടാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു തണുപ്പിൻ്റെ ഫാനല്ല, ഒരു സമ്മർ ഫാനാണ്. സോ സമ്മർ എന്നല്ല, ഒരു വാംത്ത് എനിക്ക് എപ്പോഴും വേണം. അപ്പോൾ ഇവിടെ ആ സംഭവം ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അതുപോലെ നിതിൻ ചേട്ടന് അതാണ് അത്ര ഇഷ്ടപ്പെടാത്തതും. അപ്പോൾ ഇവിടെ ഈ മലകളും കുന്നുകളും മാത്രമൊന്നും അല്ല ഉള്ളത്, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ് ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ബീച്ചുകളൊക്കെ വളരെ സുന്ദരമാണ്. ഒരു സലാല ബീച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഫോർട്ടുകളുണ്ട്. ഇവിടെ തൊട്ടടുത്ത് റോയൽ ഒപ്പേര ഹൗസ് ഉണ്ട്. അവിടെ ചില സമയത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റിൻ്റെ ഷോസൊക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നാഷണൽ മ്യൂസിയം ഓഫ് ഒമാൻ അടുത്താണ്. അതുപോലെ ഒരുപാട് വാട്ടർഫോൾസൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോകാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഒരു 6:30 അവിടെ തുടങ്ങും ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയും ബൊഫേ സിസ്റ്റം ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഒരുപാട് ജ്യൂസുകളും ഡ്രിങ്ക്സും അതുപോലെ ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അറബിക് ബ്രെഡ്, ക്രോയ്സൻ്റ്, അങ്ങനെ പല പല സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ എനിക്ക് സ്വീറ്റ്സ് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഇവിടെ സാലഡ്സ് കുറേ
ടൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒലീവ് ടേസ്റ്റ് ചെയ്തായിരുന്നു. അത് പച്ചയുണ്ടായിരുന്നു, കറുപ്പുണ്ടായിരുന്നു. അത് ഉപ്പിലിട്ടതാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ് യാമിൻ്റെ ഒരു ഐറ്റമാണത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് റോഡ് സൈഡ് കാണാവുന്ന രീതിയിൽ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇത് കൂടാണ്ട് നമുക്ക് ഓംലെറ്റൊക്കെ വേണമെങ്കിൽ അവരുണ്ടാക്കി തരും. ഇത് ചിക്കൻ്റെ മോമോസാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പാൻ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ കിഡ്നി ബീൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചീരയും കോണും കൂടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമുക്കത്ര ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല, പക്ഷേ കുറച്ച് പച്ചിലൊക്കെ ഉള്ളിലേക്ക് പോകുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ സോസേജ് ഉണ്ടായിരുന്നു. അതിൽ ചിക്കൻ സോസേജാണ് ഞാൻ എടുത്തത്. സാധാരണ ഈ ലുലുവിലൊക്കെ കാണുമ്പോൾ എനിക്കത് എടുക്കാൻ തോന്നാറില്ല, പക്ഷെ അന്നത് ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ ഫ്രൂട്ട്സ് എടുത്തു. നിതിൻ ചേട്ടൻ കുറച്ച് സ്വീറ്റ്സൊക്കെ എടുത്തായിരുന്നു. ഇത് നമ്മുടെ പാലട പായസം പോലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്പാ സെൻറ്ററിലേക്ക് പോയി. അപ്പോൾ അവിടെ ജക്കൂസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് സ്റ്റീം ബാത്തിങ് ഒക്കെ പോലത്തെ ഒരു കാര്യമാണ്. അപ്പം ഞാനൊരു അരമണിക്കൂറൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അത്ര ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. അവർ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അത് നന്നാക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതല്ലാണ്ട് ഇവിടെ ജിമ്മുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഈവനിങ് സമയമായപ്പോൾ സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയയിലേക്ക് പോയി. ഇത് കോമൺ സ്വിമ്മിംഗ് പൂളാണ്, പക്ഷേ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ട് നീന്താനൊക്കെ പറ്റി. അപ്പം ഞങ്ങൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ദൈമാനിയ ഐലൻഡ്സിൽ സ്നോർക്കലിങ്ങിന് പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വിമ്മിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പം ഞാൻ ഈ സ്വിമ്മിങ് വളരെ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് നാച്ചുറൽ സീനറികളിൽ നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം വെള്ളമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വിമ്മിങ് അറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ എനിക്ക് ആഴമുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് പേടിയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പോകുമ്പോൾ ആ പേടിയൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ ഒരു സമയത്ത് ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. ഇത് ഇൻഫിനിറ്റി പൂളാണ്. സോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നൂഡിൽസും ചിക്കൻ്റെ ഐറ്റമൊക്കെ സൈഡായിട്ട് ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്വിമ്മിങ് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ റൂമിലെത്തി. റൂമൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ, കാരണം ഇപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ടയേർഡായി. എന്തായാലും ഡിന്നറിന് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന സാധനം കാണിച്ചു തരാം. ഇത് ഹക്ക സ്റ്റൈൽ നൂഡിൽസ് ആണ്. പിന്നെ ഇത് ചിക്കൻ്റെ 2 ഐറ്റമാണ്, ചില്ലി ചിക്കൻ ഡ്രൈയും ഹോങ്കോങ് ചിക്കനും. ഓക്കെ, അപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഷാവോ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനത്തെ നൂഡിൽസ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചൈനീസ് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കണം. അപ്പോഴാണ് അതിന് ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ നൂഡിൽസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചില നൂഡിൽസ് എനിക്ക് കൂടുതലും മാഗിയാണ് ഇഷ്ടം നൂഡിൽസിനേക്കാളും. വീട്ടിലിപ്പോൾ ഞാൻ നൂഡിൽസ് വെക്കുകയാണെങ്കിൽ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ വെക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എന്താ പറയുക, കുറേ ഓയിലും ഇതൊക്കെ ആയിട്ട് എനിക്ക് ചില സമയത്ത് അത് ഇഷ്ടം തോന്നാറില്ല. മാഗിയോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഈ സംഭവം എനിക്ക് കണ്ടപ്പോൾ തന്നെ മാഗിയുടെ ഒക്കെ എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഴിച്ച് നോക്കാം. സൂപ്പർ സാധനമാണ്. ഒരുപാട് ഓയിലൊന്നും ഇവരിട്ടിട്ടില്ല, അത്യാവശ്യത്തിന് ഓയിലേ ഉള്ളൂ. ചിക്കൻ പീസ് കഴിച്ചു.
ഡ്രൈ ചിക്കനാണ്. സൂപ്പറാണ് വിചാരിച്ച പോലെ. കഴിഞ്ഞ തവണ അബഹയിൽ പോയപ്പോഴും അങ്ങനെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നൂഡിൽസ് അല്ലായിരുന്നു, ഫ്രൈഡ് റൈസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഇതും കൂടെ കഴിച്ചിട്ട് മൊത്തം എനിക്ക് കഴിക്കാനല്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നിതിൻ ചേട്ടൻ സൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയി. ഒമാൻ്റെ ഈസ്റ്റേൺ ടിപ്പിൽ വരുന്നൊരു സ്ഥലമാണിത്. ഒമാൻ്റെ മാരിടൈമിലൊക്കെ ഒരുപാട് പങ്കുവഹിച്ചിട്ടുള്ള ഒരു പോർട്ട് അവിടെ ഉണ്ട്. അവിടെ ഇപ്പോഴും ട്രഡീഷണൽ വെസൽസൊക്കെ പണി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മാരിടൈം മ്യൂസിയം ഉണ്ട്. അവിടെ പണ്ടത്തെ ഷിപ്സൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സുനൈസില എന്ന് പറഞ്ഞിട്ടൊരു ഫോർട്ട് ഉണ്ട്. പിന്നെ അവിടെ നാച്ചുറൽ സീനറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടേർട്ടിൽ റിസർവ് ഉണ്ട്. അപ്പോൾ ഒരു ഫിഷിംഗ് കോസ്റ്റൽ വില്ലേജിനോട് അടുത്താണ്. അപ്പോൾ അവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ ആമ വരുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഉള്ളത് ടർക്കോയിസ് മിനറലുള്ള ഒരു വാട്ടർ ആണ്. അത് വാദി സാബിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു മിനറൽ ഉള്ളതുകൊണ്ട് സിയാൻ കളറാണ് അവിടുത്തെ വാട്ടറിന്. അവിടെ ട്രക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ്, ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ പല വെറൈറ്റിയിലുള്ള ഡ്രാഗൺ ഫ്ലൈസ്, ബട്ടർഫ്ലൈസ്, ലിസാർഡ്സ് ഇതിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനവിടെ ജിമ്മിൽ പോയിട്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനിങ്ങനത്തെ സ്ട്രെങ്തനിങ് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂട്ടുന്ന രീതിയിലുള്ള യോഗ, സൂംബ, അല്ലെങ്കിൽ എയറോബിക്സ്, ഡാൻസ് വർക്കൗട്ട്സ്, സ്വിമ്മിങ് ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് മെഷീൻസൊക്കെ മെയിൻ്റനൻസിന് അവർ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ട്രെഡ്മില്ലും ഈ FTS ഗ്ലൈഡറും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിൽ നമുക്ക് ലെഗ് എക്സസൈസ്, ആം എക്സസൈസ്, കോർ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എല്ലാം ചെയ്തു. അപ്പോൾ അതിൽ ഈ ഒരു ലഞ്ചസിൻ്റെ ഒരു സംഭവം മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ ഏകദേശം എത്തേണ്ട ഒരു സമയമായി വൈകുന്നേരം. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ ഇന്നലെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഇന്ന് വീണ്ടും അത് ഓർഡർ ചെയ്തു. സോ ഇന്ന് ഞാനൊരു ചിക്കൻ ലോലിപോപ്പാണ് കഴിക്കാൻ പോകുന്നത്. ഒരു ഈവനിങ് സ്നാക്ക് പോലെ. ഇത് ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. ആക്ച്വലി ഞാൻ ഇത്രയും ദിവസം ഈ ട്രിപ്പ് വന്നിട്ട് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ സാധനം ഇതാണ്. ആൻഡ് ഈ ഒരു സോസ് പോലത്തെ സംഭവം സൂപ്പറാണ്. സ്വർഗമാണ്, വേറെ ലെവല്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴത്തേനും ഇവിടെ ലോഞ്ച് പാസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്നാക്ക് പ്ലേറ്റർ നമുക്ക് തന്നു. അപ്പോൾ ഇതത്ര എയിമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പിറ്റേ ദിവസം സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് വീടുകൾ കണ്ടതാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ ആർക്കിടെക്ചറായിട്ട് ഇതിനൊരു സിമിലാരിറ്റി എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സഡ് കൾച്ചറാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് കുറേ പേര് ഇവിടെ ഉണ്ട്, അതുപോലെ യമനിൽ നിന്നൊക്കെ കുറേ പേര് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മോസ്കിലെത്തി. ഇവിടെ 8 മണി തൊട്ട് 11 മണി വരെ നോൺ മുസ്ലിംസിന് കയറാം. പക്ഷേ പെണ്ണുങ്ങളൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്ത് ഹിജാബൊക്കെ ധരിച്ചിട്ടേ കയറാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രസ് കോഡൊക്കെ പാലിച്ചിട്ട് തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫ്ലവർ ഗാർഡൻസും ലോൺസും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇവിടുത്തെ ഏറ്റവും വലിയൊരു മോസ്കാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ കാരണമാണ് ഇത് ഇത്രയും സുന്ദരമായിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ജോധ അക്ബർ മൂവിയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 46 ഫുട്ട് ഹൈറ്റുള്ള ഒരു ഷാൻലിയർ ഉണ്ട്. അതുപോലെ തന്നെ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് സിംഗിൾ കാർപ്പറ്റ് ഇവിടെയാണ്. അറ്റ് എ ടൈം 20,000 വേർഷിപ്പേഴ്സിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭയങ്കര ഒരു സൈലൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ ഇൻഡൾജ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ഒക്കെ അവിടെ ഇരിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു. പുറത്തും ഒരുപാട് നമുക്കിങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ആർട്ട് വർക്ക്സൊക്കെ നല്ല സൂപ്പർവായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങാനുള്ള സമയമായി. കാരണം 11 മണിക്ക് പ്രേയേഴ്സ് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് സ്ഥലം മാറിപ്പോയി. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഏതാണ്ട് ഒരുപോലെ ആണെന്ന് തോന്നും. അപ്പോൾ ആ സമയത്ത് കണ്ടതാണ് ഈ കിളിവാതിലൊക്കെ. അപ്പോൾ ഇവിടെ പ്രേയറിനൊക്കെ മുന്നേ ആയിട്ടുള്ള സ്പെഷ്യൽ വാഷിന് വേണ്ടിയിട്ടുള്ള ഏരിയകൾ അവിടെ പല സ്ഥലങ്ങളിലും കണ്ടു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ എക്സിറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീക്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ.